2026 ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. ഗോവയ്ക്ക് പോവാട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള 2026 ഫസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് ആണ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. എൻ്റെ അല്ല, എൻ്റെ അനന്തൂടെയും കൂടി വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. അപ്പോൾ ഇന്ന് 4-ാം തീയതി നമ്മൾ രാത്രി ട്രെയിനിന് ബാക്ക് പാക്ക് ചെയ്ത് നമ്മൾ 12 പേരും കൂടി ഗോവയ്ക്ക് പോവാട്ടോ. സീരിയസ്ലി ഗൈസ്, എൻ്റെ 2025 വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന ഫസ്റ്റത്തെ വലിയ അക്ഷരത്തിന് എഴുതി വെച്ചിരുന്ന സാധനമാണ് ഗോവ എന്നുള്ളത്. ഇത്രയും വേഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. റാൻഡം ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി പോകാം എന്ന് പറഞ്ഞിട്ട് അത്രയും അടിപൊളിയായിട്ട് നമ്മൾ ഗോവ ട്രിപ്പ് പോവുകയാണ്. ഡാം എക്സൈറ്റഡ് ആണ് ഞാൻ. പിന്നെ ഒരു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ, ഭയങ്കര മിനിമൽ ആയിട്ടാണ് ഗൈസ് പാക്ക് ചെയ്യേണ്ടത്. അതെനിക്കൊരു ചലഞ്ചിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. എനിക്ക് ലൈഫിൽ എന്തെങ്കിലും കാര്യം ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പാക്കിംഗ് ആണെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു യൂട്യൂബ് ചാനലൊന്നും ഇല്ല. സാധാരണ പോലെ പോയിട്ട് വരാനായിരുന്നെങ്കിൽ പാക്കിംഗ് ചിലപ്പോൾ അത്ര വലിയ പണിയായിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ നമ്മൾ ഈ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇടുന്നതുകൊണ്ടിട്ടും അതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് കൊണ്ടിട്ടും ഇതിന്റെ ബിഹൈൻഡുള്ള പ്ലാനിങ്ങും കൂടി ഈ പാക്കിങ്ങിൽ വരാൻ നേരത്തില്ലേ, ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. സീരിയസ്ലി, ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് നോക്കി സ്റ്റൈൽ ചെയ്തിട്ടാണ് എടുത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്ര സമയം എടുക്കും ഓരോരോ ഡ്രസ്സ് എടുത്ത് വെക്കാൻ എന്നുള്ളത്. ആ ഒരു ഡ്രസ്സിനനുസരിച്ചുള്ള ചെരുപ്പ്, അതിനനുസരിച്ചിട്ടുള്ള കമ്മല്, അതിനനുസരിച്ചിട്ടുള്ള മാല, സാധനങ്ങൾ, ഹാൻഡ് ബാഗ് മുതൽ എല്ലാ സാധനങ്ങളും അമ്മോട്ടം എടുത്തു വെച്ച് വരാൻ നേരത്ത് ഭയങ്കര ടയറിങ് ആവട്ടോ. അതുകൊണ്ടിട്ടാണ് എനിക്ക് പാക്കിങ് തീരെ ഇഷ്ടമില്ലാത്തത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കണേന്ന്. ട്രിപ്പ് പോകാനുള്ള മെയിൻ ഡ്രസ്സുകളെല്ലാം ഇല്ലേ ഈ പാക്കിംഗ് ക്യൂബിലാട്ടോ ആക്കി വെച്ചേക്കണം. ഇതിൻ്റെ ഉള്ളിൽ 3 ജോഡി രാവിലെ ഇടണ്ട. നമ്മളിപ്പം 4-ാം തീയതി പോയിട്ട് നമ്മൾ 8-ാം തീയതി വരും. അപ്പോൾ നമുക്ക് ഏകദേശം 3 ദിവസമാണ് കണ്ടിന്യൂസ് നമുക്ക് കിട്ടണം. നാളെ രാവിലെ നമ്മൾ ഗോവയിലെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് രാവിലെ നമ്മൾ ഒരു സമ്മർ ഡ്രസ്സ്, പിറ്റേ ദിവസം സമ്മർ ഡ്രസ്സ്, അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഡ്രസ്സുകളും സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഷോർട്സും അതുപോലെ പെയർ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾസോ വൈകുന്നേരം നമ്മൾ ക്ലബ്സിലോ അല്ലെങ്കിൽ വല്ല നൈറ്റ് ഡിന്നറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തം ഇതിൻ്റെ ഉള്ളിൽ 6 ഡ്രസ്സാണ് ഉള്ളത്. രാവിലെ ഇടാനുള്ളതും രാത്രി ഇടാനുള്ളതായിട്ടും. ഇപ്പം രാത്രി ആണെങ്കിൽ തന്നെ ഞാൻ കുറച്ചില്ലേ ഡാർക്ക് കളേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണം. വിത്ത് ഗ്ലിറ്ററിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ട് ഇടാം എന്നുള്ളത്. പിന്നെ പ്ലസ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നാളെ വൈകുന്നേരം നല്ല ഏതെങ്കിലും ഒരു പബ്ബിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടാനുള്ള ഒരു ബാക്ക്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ ആദ്യം ഇടാൻ പോവാട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് മെയിൻ ഡ്രസ്സുകളാണ് ഈ പാക്കിംഗ് ക്യൂബിലുള്ള കേട്ടോ. പിന്നെ ഈ പാക്കിംഗ് ക്യൂബില്ലേ ഒത്തിരി പേര് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. സീരിയസ്ലി ഗൈസ്, മേടിച്ചവരൊക്കെ ഒരാൾ പോലും റിട്ടേൺ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അറിയാൻ പറ്റും. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ്. പിന്നെ എത്ര നിങ്ങൾ എൻ്റെ കുറേ പാക്കിംഗ് വീഡിയോ കണ്ടില്ല, ഇത് എന്തോരം ഞാൻ ഇത് യൂസ് ചെയ്തേക്കണമെന്ന് അറിയോ. ഇപ്പോഴും എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാട്ടോ. ആദ്യമേ അല്ല പറയാൻ, ഞാൻ ഈ മെസ്സ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം പാക്കിങ്ങിനിടയിൽ ഇതുകൊണ്ടില്ലേ നമുക്ക് തലയ്ക്ക് വട്ട് പിടിക്കും ചില സമയത്ത് കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് പാക്കിംഗ് ക്യൂബിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഉള്ളിലില്ലേ മുഴുവൻ എക്സ്ട്രാ ഡ്രസ്സുകളാണ്. അതായത് ഇപ്പം നമ്മൾ വെള്ളത്തിലിറങ്ങും, ബീച്ചിലിറങ്ങും, പൂളിലിറങ്ങും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെപ്പോഴും എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ട്രിപ്പ് പോകാൻ നേരത്തെ എക്സ്ട്രാ 3 ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണോണ്ട് വലിയ തെറ്റൊന്നും ഇല്ല കേട്ടോ. കാരണം പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം തോന്നണമെങ്കിൽ നമുക്ക് വേണം ഡ്രസ്സുകൾ. അതുകൊണ്ടിട്ട് എപ്പോഴും എക്സ്ട്രാസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. 3 ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ട്. പ്ലസ് ഒരു ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഷോർട്സ് നനഞ്ഞതിന് ഷോർട്സ് എക്സ്ട്രാ വേണമെങ്കിലൊന്നെങ്കിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പാൻറ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇടുന്ന സെയിം പാൻറ് തന്നെയാണ് തിരിച്ചു വരുമ്പോൾ ഇടണം. കാരണം ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ആയതുകൊണ്ടിട്ട് മാക്സിമം ലഗേജ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. അതാണ് ഈ പാക്കിംഗ് ക്യൂബിലുള്ളത്. ഈ പാക്കിംഗ് ക്യൂബിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കേ. ഈ പാക്കിംഗ് ക്യൂബിലില്ലേ ഫുൾ എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് ആട്ടോ. മീൻസ് പാൻറ്റീസ്, ബ്രാ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഷോർട്സ് ഡ്രസ്സിൻ്റെ അടിയിൽ ഇടണം. പിന്നെ ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഷേപ്പ് വെയർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെടുത്ത് വെക്കാം. പിന്നെ നമ്മൾ ബോഡിക്കോൺ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ പാൻസും സ്കേർട്സും ഒക്കെ ഇടണം കൊണ്ടിട്ട് ഞാൻ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ സുഡിയോ നല്ല ഓപ്ഷനാണ്. സുഡിയോയിലെ സീംലെസ് പാൻറ്റീസ് നല്ലതാട്ടോ. അപ്പോൾ അതൊക്കെ എന്താണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ നമ്മൾ ന്യൂഡ് കളറുള്ള കുറേ ബ്രാസ് ഡ്രസ്സിൻ്റെ അടിയിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ന്യൂഡാണെങ്കിൽ നമ്മൾ കളർ ഓർത്ത് പറയിടാൻ വേണ്ടി അതിനും കൂടി എക്സ്ട്രാ ടെൻഷൻ അടിക്കണം. അതുകൊണ്ടിട്ട് ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ നമ്മുടെ ബ്രാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അതെല്ലാം ഈ ഒരു പാക്കിംഗ് ക്യൂബിൻ്റെ ഉള്ളുണ്ട് കേട്ടോ.
ഇത് കംപ്ലീറ്റ് ഇല്ലേ മേക്കപ്പ് ഐറ്റംസ് ആട്ടോ. അത് ഫൗണ്ടേഷൻ, അതിന്റെ ബ്രഷസ്, അതുപോലെ ലിപ്സ്റ്റിക്സ്, മസ്കാര, അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ. പിന്നെ കണ്ടോ അതെ ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, ലിപ് ലൈനേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. പിന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ലിപ് ബാം ഒക്കെ വേറെ ഇതിലേക്ക് ആക്കണം. എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് കിടക്കണം. പിന്നെ എനിക്കൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിൽ നിൽക്കണമുണ്ട്. ഞാൻ അവിടെ കേട്ടോ സ്റ്റേ അടിക്കണം. പിന്നെ എന്തെങ്കിലും ട്രാവൽ വരുമ്പോഴോ ഷൂട്ട് വരുമ്പോഴോ ആണ് ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മേക്കപ്പ് എടുത്തുകൊണ്ട് വരണത് ഈ ഒരു പൗച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ നേരത്ത് എവിടെയെങ്കിലും പോകാൻ നേരത്ത് സുഖമായിട്ട് നേരെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പൗച്ചിൽ മുഴുവൻ നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള പൗച്ചാട്ടോ ഇത്. അപ്പോൾ ഇതിൽ മുഴുവൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ഇല്ലേ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു പൗച്ചിലാക്കോട്ടെ. നമ്മുടെ മറ്റേ സെറ്റിന്റെ കൂടെ വരണ ഒരു പൗച്ചാട്ടോ ഇത്. കണ്ടോ ഈ ഒരു ഷാംപൂ കണ്ടീഷണർ ഞാൻ ആദ്യം ഇടണം. കാരണമില്ലേ ഇത് ഞാൻ പൂളിലിറങ്ങിയാലും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബീച്ചിലിറങ്ങിയാലൊക്കെ ഞാൻ മുടി നന്നായിട്ട് കഴുകൂട്ടെ എപ്പോഴും. പിന്നെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കണ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം, അക്കോലോജിക്കയുടെ സൺസ്ക്രീൻ ഗൈസ് നമ്മൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട് ടിസ്ഡിൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ നേരത്ത് പാർട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര നല്ലതാണ്. പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു പെർഫ്യൂം ഭയങ്കര നല്ലതാട്ടോ ഇത്, വെക്കേഷൻ സ്മെല്ലാണ് ഭയങ്കര. പിന്നെ ഒരു എസ്കാഡ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പെർഫ്യൂമും പ്ലസ് നമ്മളത് കഴിഞ്ഞ ദിവസം കാണിച്ച കെമിസ്റ്റ് ഡെഡ്പ്ലയുടെ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ ഹെയർ സ്ലീക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാക്സും. യെസ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം. കൺഫ്യൂഷൻ ആയിട്ടോ, കാരണം എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നണം ചെരുപ്പ് എടുത്ത് വെക്കാൻ നേരത്തിട്ട് കേട്ടോ. കാരണം ആകെ 2-3 ചെരുപ്പ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഔട്ട്ഫിറ്റിന് എല്ലാത്തിനും പോകാൻ വേണം. അവിടെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഫീൽ ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരു ബൂട്ട്സ് എടുക്കാം, ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്ലിപ്പർ എടുക്കാം, ഒരു ഹീൽസ് എടുക്കാം, ഒരു ഫ്ലാറ്റ്സ് എടുക്കാം. അറിയില്ല കേട്ടോ എന്താവോ എന്നുള്ളത്, നോക്കട്ടെ. അറ്റ്ലാസ്റ്റ് ചെരുപ്പിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 3 ദിവസത്തെ ട്രിപ്പും 4 ജോഡി ചെരുപ്പ് ഇപ്പം സെറ്റായി. വേറെ ഒന്നും അല്ല കേട്ടോ. ഇട്ടുകൊണ്ട് പോകാനായിട്ട് ബൂട്ട്സ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാകുമ്പോഴത്തേക്കും തണുപ്പും ഉണ്ടാവില്ല എ സി കോച്ചിൽ. ഓൾസോ ഇത് ചുമക്കാൻ പറ്റില്ല ഗൈസ്, നല്ല വെയിറ്റ് ആണത്. അതുകൊണ്ട് ഞാൻ കാലിലിട്ടിട്ട് പോകും. പിന്നെ അവിടെ ചെന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് ശരിക്കും പറയാം 2 ബ്ലാക്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് എന്ത് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരു ഇങ്ങനത്തെ ഫ്ലാറ്റ്സ് എടുത്തു ഒരെണ്ണം. പിന്നെ നാളെ വെഡിങ് ആനിവേഴ്സറിയുടെ എന്തെങ്കിലും വൈകുന്നേരം ആയതുകൊണ്ട് ഒരു ഹീൽ ഇടണമല്ലോ എന്ന് കരുതി ആഗ്രഹിച്ചിട്ട് ഒരു ഹീലും എടുത്തു വെച്ചു. വെസ്റ്റ് സൈഡ് കേട്ടോ. വെസ്റ്റ് സൈഡിൻ്റെ ചെരുപ്പിൻ്റെ കളക്ഷൻ നോക്കി കിട്ടില്ലെന്നല്ലേ, അടിപൊളി. പിന്നില്ലേ ഞാൻ ബീച്ചാണല്ലോ, ബീച്ചാകുമ്പോൾ വെള്ളത്തിലിറങ്ങുമല്ലോ, പൂളിലിറങ്ങുമല്ലോ. തിരിച്ച് ഈ ബൂട്ട്സും ഹീൽസും ഒന്നിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ക്രോക്സിൻ്റെ ഒരു സ്ലിപ്പറും കൂടി എടുത്ത് വെച്ചത്. കഴിഞ്ഞ ട്രിപ്പിനെ കൊണ്ട് വെച്ചേക്കണം കേട്ടോ, കഴുകിയിട്ടൊന്നുമില്ല. ഒക്കെ ഇനി റൂമിൽ ചെന്നിട്ടൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും 3 ചെരുപ്പ് ഞാൻ കയ്യിലെടുക്കുന്നുണ്ട്. ഒരു ബൂട്ട്സ് ഞാൻ കാലിലിട്ടിട്ട് പോകേണ്ട. 3 ദിവസത്തെ ട്രിപ്പിന് 4 ജോഡി ചെരുപ്പ് എടുത്തിട്ട് ഞാൻ പോകും. ഇനിയാണ് ഗൈസ് കൺഫ്യൂഷൻ, ബഹുത്ത് കൺഫ്യൂഷൻ. കാരണം ഈ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ എന്തൊക്കെ ജ്വല്ലറി ഇടണം, എന്തൊക്കെ ടൈപ്പ് ഇടണം എന്നുള്ളത് നോക്കണം. എല്ലാം പറയും കോഫി എന്തെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്ത് സാധനം വേണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചലഞ്ച് ഉള്ളത്, എൻ്റെ ചെരുപ്പിൻ്റെ ഒരെണ്ണത്തിൻ്റെ ബൾക്ക് സിൽവറാണ്, അതുകൊണ്ടിട്ട് സിൽവർ കമ്മലിടണം. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കണം, കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും. പിന്നെ കുറച്ച് ഗോൾഡിൻ്റെ റാൻഡമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അതൊക്കെ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം, പൊളിക്കാന്നേ. ഗൈസ് എൻ്റെ കോലം കണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. കാരണം നല്ല സൂപ്പർ കോലത്തിലാണ് ഇരിക്കുന്നത്. എനിക്കൊന്ന് കുളിച്ചിട്ട് വേണം ഇനി ഇറങ്ങാനായിട്ട്. അത്രയും ഞാൻ വേർക്കുകയും ചെയ്യണം. ഇവിടെ ഫാനും കൂടി ഇടാത്തതുകൊണ്ടിട്ട് ഇതുണ്ടോ ഈ ഒരു മാല എന്തായാലും എടുക്കേണ്ടത്. ഇത് ഭയങ്കര രസമാണ്. ഞാൻ ഫോട്ടോ ചെയ്ത് എന്തോ മേടിച്ചാന്ന് തോന്നണോട്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി ഈ മാല കാണാനായിട്ട്. ഈ മാല ഒറ്റെണ്ണം മതി കുറേ സാധനങ്ങൾക്ക് പോകട്ടോ. അപ്പോൾ ഈ ഒരു ചെയിൻ എന്തായാലും നമുക്ക് എടുത്തു വെക്കണം. കഴിഞ്ഞ ദിവസം ഇല്ല ഒരു അമ്മയും മോളും കൂടി എന്നെ വീട്ടിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുണ്ട് 2 പേരും. അവരുടെ ഒരു ജ്വല്ലറി പേജ് ഉണ്ട്, കേമി എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നതാട്ടോ ഈ അടിപൊളിയായിട്ടുള്ള ജ്വല്ലറീസ്. എന്ത് രസമാണ് നോക്കി കാണാനായിട്ട്. നിറയെ ചെയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ ഇയർ റിങ്സ്, ഇതൊക്കെ ഫിംഗർ റിങ്സ് നോക്കി, ഇയർ റിങ്സ് ഒക്കെ നോക്കി എന്ത് രസമാണെന്നുള്ളത്. ജെല്ലി ഫിഷ് ഇട്ട് നമുക്ക് ഇപ്രാവശ്യം സ്റ്റൈൽ ചെയ്യാം. അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺഷേപ്ഡ് ആയിട്ടുള്ള ഇയർ റിങ്സ്, ഇത് ഞാൻ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഞാനത് സ്റ്റൈൽ ചെയ്യും കേട്ടോ. അത് ഭയങ്കര രസമുള്ള കാണാനായിട്ട്. അതുപോലെ കണ്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. ഇത് മുഴുവൻ എൻ്റെ ബാംഗിൾ സ്റ്റാക്കാട്ടോ. കണ്ടോ
ഫിംഗർ റിങ്സിൻ്റെ കളക്ഷൻ ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇവൻ ആൻറ്റിക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് സാധനം തന്നതാട്ടോ. അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ വെയറിനാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ചേരുന്ന ടൈപ്പ് കുറച്ച് നോക്കിയാൽ രസമില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പരുന്ത്. നമ്മുടെ ലാസ്റ്റ് പൗച്ചിലില്ലേ നമ്മുടെ ജ്വല്ലറീസ് ഇട്ട് വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ 2 സൺഗ്ലാസ് ആഡ് ചെയ്തു. ഒരെണ്ണം ഒരെണ്ണം അനന്തുവിൻ്റെയും ആഡ് ചെയ്തു. ഇത് ആമസോണിൽ നിന്നുള്ള സൺഗ്ലാസ് ആട്ടോ, അടിപൊളി സൺഗ്ലാസ് ആണ്. അനന്തുവിൻ്റെ സൺഗ്ലാസും ഉണ്ട്. പിന്നെ ഓൾസോ ഇല്ലേ നമ്മൾ കുറേ ഇതുപോലത്തെ സ്റ്റാക്സ്, ബാംഗിൾസ്, പിന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾസോ ഇത് മുഴുവൻ ഗോൾഡൻ ജ്വല്ലറീസ് ആണ്. പിന്നെ എൻ്റെ ഹെവി ആയിട്ടുള്ള മാലയും സാധനങ്ങളും എല്ലാം ആക്സസറീസ് എല്ലാം കൂടി നമ്മളിതേ ഈ ഒരു പാക്കിംഗ് ക്യൂബിലാക്കിയിട്ടുണ്ട്. മെയിൻ ഡ്രസ്സുകളെല്ലാം ഈ ഒരു വലിയ പാക്കിംഗ് ക്യൂബിൽ, ഈ ഒരു ഫുൾ പാക്കിംഗ് ക്യൂബിൽ നമ്മളുടെ എക്സ്ട്രാ ഡ്രസ്സും സ്ലീപ്പ് വെയറും അതുപോലത്തെ സ്വിം സ്യൂട്ടും കാര്യങ്ങളും എല്ലാമാണ്. ഇതിൽ മുഴുവൻ എൻ്റെ ലോഞ്ച് റേസ് ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഞ്ച് റേസ്, നമ്മളുടെ ആക്സസറീസ്, മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ കെയർ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ മേക്കപ്പ് റിമൂവർ വയ്ക്കാൻ മറന്നു കേട്ടോ. അതും ബ്രഷും സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ. ഞാനില്ലേ ഈ ഒരു ബാഗ് എന്തായാലും എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. കാരണം ഞാനിത് ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച് വെച്ച ബാഗാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗോവ ട്രിപ്പിന് ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പ്ലസ് ഞാൻ ഈ ഒരു ക്ലച്ചും കൂടി എടുക്കേണ്ടത് നമ്മൾ വൈകുന്നേരം പാർട്ടിക്ക് പോകുമ്പോഴും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലച്ചും കൂടി എടുത്ത് വെക്കുന്നുണ്ട് ഞാനില്ല ഇവിടെ ഇൻസ്റ്റാമാർട്ടിൽ ഒരു കേളി ക്യാൻഡിൽസ് മേടിച്ച് വെച്ചതാട്ടോ. വേറൊന്നുമല്ല, നാളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇനി അവിടെ ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ലാത്ത ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് മാറ്റി പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കേളി ക്യാൻഡിൽസ് മേടിച്ചത് ഭയങ്കര രസമാട്ടോ. കേക്കിൻ്റെ പൊക്കത്തിരിക്കണാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഇതും എടുത്ത് വെക്കുന്നുണ്ട്. മുഴുവൻ സാധനങ്ങളും ബാക്ക് പാക്കിലാക്കി. ഇന്നൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ആയിരിക്കുമല്ലോ എന്ന് സന്തോഷിച്ചിരുന്ന എൻ്റെ ബാക്ക് പാക്ക് ചീത്തയായി പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രോളി ബാഗാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തേക്കണം. പക്ഷെ നന്നായി, അത്രയും സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുണ്ടെന്നുള്ളതാണ്. മിനിമലൊന്നും നിന്നില്ല കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ ഓവർ പാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ എന്തോരമൊക്കെ യൂസ് ചെയ്യും, എന്തോരമൊക്കെ വേണ്ടാത്തതൊക്കെ ഉണ്ടെന്നുള്ള അറിയില്ല. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഗോവ ട്രിപ്പിന് പോണ ഗൈസ്. ഞാൻ എപ്പോഴും ആലോചിക്കണമായിരുന്നു കേട്ടോ. ബാലി പോയി, വിയറ്റ്നാം പോയി, ദുബായ് പോയി, എല്ലായിടത്തും 2 പ്രാവശ്യം വീതം പോയി കേട്ടോ. തായ്ലൻഡ് പോയി. എന്നിട്ടും നമ്മുടെ ഇന്ത്യയിൽ കിടക്കണ ഗോവയിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്കറിയില്ല കേട്ടോ. എപ്പോഴും പ്ലാൻ ചെയ്ത് വരാൻ നേരത്തെ എല്ലാവർക്കും അബ്രോഡ് പോകണമെന്ന് പറയാം. അങ്ങനെ നമ്മളെല്ലാവരോടും പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാറാ പതിവ്. പക്ഷെ എനിക്ക് മേഘാലയ കാണണം എന്നുണ്ട്, രാജസ്ഥാൻ കാണണം എന്നുണ്ട്, ഗോവ പോകണം എന്നുണ്ടായിരുന്നു. രാജസ്ഥാനും ഗോവയും 2 വർഷമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് കേട്ടോ. അറ്റ് ലാസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള തീരുമാനമായിട്ട് നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ്. ഡാം എക്സൈറ്റഡ് ആണ് ഞാൻ. അത്രയും അടിപൊളിയൊരു ട്രിപ്പ് ആവട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. ബോറാവില്ല ഗൈസ്. 12 പേരും കൂടി ഗോവയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടീമിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പൊളിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാഗെല്ലാം എടുത്ത് പോകാം ഗോവയ്ക്ക്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.